ചെറുപുഴ പഞ്ചായത്തിൻ്റെ ജനകീയ ആംബുലൻസ് സംബന്ധിച്ച ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ട ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ. ജനകീയ സബ് കമ്മിറ്റി, അതായത് ഭരണ പ്രതിപക്ഷ മെമ്പർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ജനകീയ സബ് കമ്മിറ്റിയാണ് ആംബുലൻസ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. സബ് കമ്മിറ്റിയിലെ നിലവിലെ അംഗങ്ങൾ ശ്രീ മാനുവൽ മാപ്പിളപ്പറമ്പിൽ, ശ്രീ അനീഷ് ആൻ്റണി, ശ്രീ ജോസ് പി ജെ, ശ്രീ KD പ്രവീൺ എന്നിവരാണ്. ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിക്ക് പുറത്തു രൂപീകൃതമായതാണ് ഈ ഭരണസമിതി. പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ യാതൊരു തുകയും ഈ ആംബുലൻസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നും നിലവിൽ പല ഡ്രൈവർമാരും ഈ ആംബുലൻസിൻ്റെ സുഗമമായ നടത്തിപ്പിന് ലഭിക്കാതെ വന്നപ്പോൾ 30% കമ്മീഷൻ വ്യവസ്ഥയിൽ നിയമിതനായ വ്യക്തിയാണ് മേൽപ്പറഞ്ഞ ആരോപണം നേരിടുന്ന ഡ്രൈവർ. കേസിലെ പ്രതി എന്ന ആരോപണം പഞ്ചായത്ത് ഭരണസമിതിയുടെയോ സബ് കമ്മിറ്റിയുടെയോ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലായിരുന്നു എന്നും മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധയിൽപ്പെട്ട അവസരത്തിൽ തന്നെ കൃത്യമായ നടപടി എന്ന നിലയിൽ നിലവിൽ നിയമിച്ചിരുന്ന ഡ്രൈവറെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും സബ് കമ്മിറ്റി അംഗങ്ങളും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണസമിതിക്കും സബ് കമ്മിറ്റിക്കും തുറന്ന സമീപനമാണ് ഉള്ളതെന്നും ജനങ്ങൾക്ക് ഗുണപ്രദമാകണമെന്ന സദുദ്ദേശം മാത്രമേ ഇക്കാര്യത്തിൽ ഉള്ളൂ എന്നും തുടർന്നും അനുയോജ്യമായ ഡ്രൈവറെ ലഭിക്കുന്ന അവസരത്തിൽ നല്ല രീതിയിൽ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭരണസമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലൈസാമ പനക്കൽ, വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തികപ്പള്ളി, സബ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ജോസ് പി ജെ, ശ്രീ മാനുവൽ മാപ്പിളപ്പറമ്പിൽ, ശ്രീ KD പ്രവീൺ, ശ്രീ അനീഷ് ആൻ്റണി തുടങ്ങിയവരും പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ TP ചന്ദ്രൻ, ശ്രീമതി ലീന വില്യംസ്, ശ്രീമതി ഷൈമ ജനു, ശ്രീമതി ലളിത ബാബു എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണസമിതി ശ്രീ നേതൃത്വത്തിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ആംബുലൻസ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഒരു ആംബുലൻസ് മേടിച്ചു. കഴിഞ്ഞ 5 വർഷവും ഒരു അന്നത്തെ കാലഘട്ടത്തിൽ കമ്മിറ്റിനെ വെച്ചുകൊണ്ട് ആംബുലൻസിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയിരുന്നു. അതിനുശേഷം പുതിയ ഭരണസമിതി നിലവിലിന് ശേഷം 50% അടക്കമുള്ളവർ നമ്മുടെ പഞ്ചായത്തിൽ വരികയും നമ്മുടെ ആംബുലൻസിൻ്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പോട്ട് പോകുന്നതിനെ പറ്റി ഞങ്ങളൊരു പ്രാഥമിക ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പഞ്ചായത്തിൻ്റെ നിയമനത്തിൽ വരുന്നതല്ല, ഒരു പഞ്ചായത്തിന് പുറത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ രാജ്യസഭയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഒരു സബ് കമ്മിറ്റിനെ നിയോഗിച്ചു. 4 അംഗ സബ് കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് തുടക്കത്തിൽ 1-2 ഡ്രൈവർമാർ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരികയും പക്ഷേ അവർക്കും ഒന്നും മുതലാവുന്നില്ല. പഞ്ചായത്ത് ഈ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോകാൻ അതിൻ്റെ വരുമാനം ലഭിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ് കമ്മിറ്റി കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ അന്വേഷിക്കുകയും ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ഈ വന്ന വാർത്ത ഒരു ജോമിൻ ജോസ് എന്ന് പറയുന്ന വ്യക്തി കമ്മീഷൻ വ്യവസ്ഥയിൽ, അതായത് 30% വ്യവസ്ഥയിൽ ഇത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ വരികയും അങ്ങനെ കമ്മീഷൻ വ്യവസ്ഥയിൽ വന്ന ആളുടെ നമ്മൾ കുറേ പേരെ അന്വേഷിച്ചിരുന്നു. അതിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരാളാണ് മുമ്പോട്ട് വന്നത്. അദ്ദേഹത്തിനെ ഇതിൻ്റെ വർക്ക് ഏൽപ്പിക്കുകയും ഏകദേശം ഒരു 2 ആഴ്ചക്കാലത്തിനടുത്ത് അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു വലിയ പ്രഭാവമായ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിനോട് ഈ സബ് കമ്മിറ്റി വണ്ടിയോട് കൊണ്ടുപോകാനും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ദൃശ്യ നവമാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്ത വലിയ രീതിയിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ പത്രസമ്മേളനം. പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരിട്ടുള്ള നിയമനമല്ലത്. ഇത് ഭരണസമിതിക്ക് പുറത്ത് ജനകീയ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ആളെ നിയമിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിൽ ഒരു ഭരണസമിതി തീരുമാനം എടുക്കണം, പഞ്ചായത്തിന് ഭരണം നിയമിക്കണം, പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വരുന്ന ഒരു ആംബുലൻസ് പറഞ്ഞത് ഇത് പണ്ടത്തെ തുടർന്ന് വന്നൊരു സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം അതുപോലെ തന്നെ മുമ്പോട്ട് പോയിരുന്നതാണ്. ഇതിനെപ്പറ്റി പറയാനുള്ളത്, പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ ഒരു നേരിട്ട് നടത്തിയ നിയമനമല്ല, സബ് കമ്മിറ്റി നടത്തിയ നിയമനം. അത് അദ്ദേഹം ഒരു പ്രതിയാണ്, ഒരു കേസിൽ പ്രധാനമായ കേസ് പ്രതിയാണെന്ന് അറിഞ്ഞ പാടല്ല അദ്ദേഹത്തെ ഈ തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്.
ഇല്ല. പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന പഞ്ചായത്ത് ചെയ്യുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത്. അന്നത്തെ കാലഘട്ടത്തിൽ, കൊറോണയുടെ കാലഘട്ടത്തിൽ ആ സാഹചര്യം മൂലം അന്നത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആംബുലൻസ് മേടിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ ആംബുലൻസ് ഈ മേഖലയിൽ പരിചയമുള്ള ആൾക്കാർ ഒരു സഹായ മനസ്കരായിട്ടുള്ള ആൾക്കാർ മുമ്പോട്ട് വന്നാൽ ഇതിന്റെ ഈ ആംബുലൻസ് സേവനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കാരണം ഇത് പഞ്ചായത്തിന്റെ പക്കൽ നിന്നോ പഞ്ചായത്തിന്റെ തണ്ടുപടിപ്പിൽ നിന്നൊന്നും ശമ്പളം കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് തീർത്തും സ്വകാര്യമായിട്ടുള്ള മറ്റൊരു സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ഡ്രൈവർമാരാണെങ്കിലും അത്തരം ഒരു സംവിധാനമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. ഏറ്റവും ഒടുവിലായിട്ട് കമ്മീഷൻ ഫോഴ്സിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ കുറേ പേര് അന്വേഷിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ജോബിൻ ജോസ് എന്ന് പറഞ്ഞ ആൾ വരികയും അദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞ പോലെ നേരത്തെ പിടിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട്. മുത്താംഗം ശ്രീ മാജൂർ മാർഗപ്പുറത്തിൽ അതുപോലെ പ്രിൻസിപ്പൽ അനീഷ് ആന്റണി, ജോസ് പി, ഒരു 4 പേര് കൂടിയിട്ട് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ കൂടിയിട്ടുള്ള ഒരു സബ് കമ്മിറ്റിയാണ്. പഞ്ചായത്ത് ഇത്തരം ഒരു വിഷയം പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് നല്ല ആലോചന നടത്തി എടുത്ത തീരുമാനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഈ കാര്യം മുന്നേറ്റ പ്രയാസമുള്ളതുകൊണ്ട് ഈ സബ് കമ്മിറ്റിനെ രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഡ്രൈവർമാരെ അവൈലബിളായ ഡ്രൈവർമാരെ അവൈലരിക്കുക, അവരുടേതായ മേൽനോട്ടത്തിൽ ഒരു പൈസ പോലും പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. എണ്ണയടിക്കാൻ ഉൾപ്പെടെ ഒരു പൈസ ചെലവഴിക്കാൻ സാധിക്കില്ല. ഇതൊരു ജനകീയ കമ്മിറ്റികളാണ്. തീർത്തും അതിന് അന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ പ്രസിഡന്റ് വിവാദത്തിന് ശേഷമാണ് ഈ സംവിധാനം നിലവിൽ വന്നത്. ഇത്തരം ഈ ഡ്രൈവർ ടൗണിൽ നന്നായി വണ്ടിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്തരം ഒരു വലിയ പ്രമാദമായ കേസിൽ ഇദ്ദേഹം പ്രതിയാണ് എന്ന് ഈ മാധ്യമങ്ങളും ബാക്കി പൊതുജനങ്ങളും ചില ആളുകളുടെ ഇടയിൽ നിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത്. ആ നടപടി പഞ്ചായത്ത് ഭരണസമിതി തീർത്തും പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടൊരു തീർത്തും പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഒരു ആംബുലൻസ് വാങ്ങുകയും അത് ഫലപ്രദമായി നമ്മൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ പിന്നീട് അങ്ങോട്ട് ആംബുലൻസിൻ്റെ പ്രവർത്തനം കുറച്ച് ബാധ്യത വരികയുണ്ടായി. അത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വ്യക്തിപരമായി അദ്ദേഹം കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ ആംബുലൻസിനെ കുറിച്ച് ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭരണസമിതി ചർച്ച ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഒരു സബ് കമ്മിറ്റിയെ 4 അംഗങ്ങൾ ഉൾക്കൊണ്ട സബ് കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം നിലവിൽ 1-2 ഡ്രൈവർമാരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ അത് ഫലപ്രദമായി അവിടെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. ഇനിയും ബാധ്യതകൾ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിന് വേണ്ടി കമ്മിറ്റി കൂടുകയും ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ അതായത് 30% എന്ന നിലയിൽ കൂടുന്ന തുകയുടെ 30% ഡ്രൈവർ കൊടുക്കുകയും ബാക്കി വണ്ടിയുടെ എണ്ണയടിക്കാനും മെയിൻ്റെനൻസ് നടത്തിയാൽ പോലും നഷ്ടമില്ലാത്ത നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രൈവറെ പെട്രോൾ സ്റ്റാൻഡിൽ വാഹനം ഓടിക്കുന്ന ഒരാളെന്ന നിലയിലാണ് അന്ന് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. അതായത് അന്നത്തെ സബ് കമ്മിറ്റി എന്ന് പറഞ്ഞ നിലയിൽ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം വന്നിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് പ്രതിയാണെന്നുള്ള മനസ്സിലായി. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. പിന്നെ പെട്രോൾ നോക്കുമ്പോഴാണ് കാണാൻ വേണ്ടി മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ തീർത്തും പഞ്ചായത്തിൻ്റെ ഇത്തരം ഒരു സ്ഥാനത്തിൽ അതിലങ്ങ് ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറിഞ്ഞത് സമയം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി പഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ഇത്തരം പ്രകടനങ്ങളൊക്കെ അത് ജനങ്ങൾക്ക് ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ ഈ പ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റുന്ന ഡ്രൈവർമാരുണ്ട്. നമുക്ക് അവരെ ഇതിനായിട്ട് നമുക്ക് ക്ഷണിച്ചുകൊണ്ട് ആ പ്രവർത്തനം നന്നായി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം എന്നുകൂടിയാണ് പറയാം.